അടുത്ത വീഡിയോയിൽ കാണാം. അപ്പം എല്ലാവർക്കും ബൈ. ഹലോ ഗായ്സ്, നോട്ടർസാണ് മറ്റൊരു കിടക്കാഴ്ച വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ കുറച്ച് ദിവസം വരെ നമ്മൾ നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ സ്കൂൾ വരെ തുറന്നില്ല. അത് കഴിഞ്ഞ് ആഴ്ചയിൽ നമ്മൾ വീഡിയോസ് ഇടുള്ളൂ. അത് കാരണം നിങ്ങൾ അത്രയും നമ്മൾ മുടക്കുകൾ കുറേ വരുമ്പോൾ നമ്മൾ ഇടും വീഡിയോസ്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പറഞ്ഞാൽ നമ്മുടെ ഗ്രാനി 4 ഒരു എസ്കേപ്പ് ചെയ്യാനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഗ്രാനി 4നെ കുറിച്ച് അറിയാത്തവരാണെങ്കിൽ ഞാൻ പറയാം ഗൈസ്. ഗ്രാനി 4 എന്ന് പറഞ്ഞാൽ അതിൽ നമ്മുടെ ഗ്രാനി ഉണ്ടാവും. നമ്മുടെ ഗ്രാനി 1, 2 കളിക്കാത്തവർ ആരായിട്ട് ഉണ്ടാവില്ല. അപ്പോൾ ഇതിലത്തെ മെയിൻ ആളെന്ന് പറഞ്ഞാൽ നമ്മുടെ നസ്ഫറാറ്റോ എന്ന് പറഞ്ഞിട്ടൊരു കോട്ടിട്ടൊരു ഷൊട്ടപ്പനാണ്. അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ കളിക്ക് പോവാം. സ്ട്രെൻഡ്രീനൊന്നും വേണ്ട. അപ്പോൾ ക്വാളിറ്റി മീഡിയമാണ്. ഇതുവരെയായിട്ട് നിങ്ങൾ ലൈക്ക് അടിക്കുന്നില്ലേ? ലൈക്ക് അടിക്കുക, അത്രേ ഉള്ളൂ. അതുപോലെ നമ്മൾ ആ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മളെ സബ്സ്ക്രൈബ് അടിച്ച് സപ്പോർട്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ ഇത്ര പേരെ മതി. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ എസ്കേപ്പാണ്. അപ്പോൾ നമുക്ക് എസ്കേപ്പ് ആവും. നമ്മൾ നേരത്തെ നമ്മൾ ഗ്രാനി 4 ഇട്ടിട്ടുണ്ടായിരുന്നു, ജസ്റ്റ് ഗെയിം പ്ലേ. അത് കാണാത്തവർ ജസ്റ്റ് പോയി കാണാം, അത്രേ ഉള്ളൂ. നമ്മൾ വേറെ ഒന്നും പറയുന്നില്ല. അതുപോലെ ഗൈസ് ഇത് എസ്കേപ്പ് ചെയ്യണം, ഏതെങ്കിലും എസ്കേപ്പ് മതി. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ കളിക്ക് പോകാം. അപ്പോൾ ഇതുവരെയായിട്ട് നിങ്ങൾ ലൈക്ക് അടിക്കാത്തവരാണെങ്കിൽ ലൈക്ക് അടിക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നേരെ കളിക്ക് പോകാം. ഗൈസ് ഡേ 1 നല്ല ഗ്രാനിയിലും അങ്ങനെ തന്നെയാണ്. ഇനി ഇവിടെ ഫുള്ള് സെർച്ച് ആക്കണം. നമ്മൾ സെർച്ചിനാണ് ഗൈസ്. ഇവിടെ തന്നെ ഇപ്പം ഗ്രാനി വന്നാ ഗൈസ് ഇവിടെ നിന്ന് കാണാനില്ലല്ലോ. ഓ ഇവിടെയെന്നോ, സോറി. ഗൈസ് ഇതുവരെയായിട്ട് വന്നിട്ടില്ല. ഓ ഗ്രാനി അങ്ങോട്ട് പോകുന്നുണ്ട്. എന്നാ കുഴപ്പമൊന്നുമില്ല, ഗ്രാനി അങ്ങോട്ട് പോട്ടെ. നമുക്ക് ഇവിടെ തപ്പാം. ഗൈസ് എപ്പോൾ വേണേ ആളുകൾ വരും ഇങ്ങോട്ട്. അത് കാരണം കുറച്ച് സീനായ കാര്യം. അപ്പോൾ ഗൈസ് അപ്പോൾ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ ഡയമണ്ട് കിട്ടിയിട്ടുണ്ട്. ഡയമണ്ട് നല്ലതാ. നമുക്ക് ഡോർ ഹാൻഡിൽ കിട്ടിയിട്ടുണ്ട്. വിൻഡപ്പ് കീ കിട്ടിയിട്ടുണ്ട്. അത് നല്ല കാര്യമായിട്ടുണ്ട്. അപ്പോൾ വിൻഡപ്പ് കീ നമുക്ക് ആവശ്യമാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ആളുകൾ നമുക്ക് വരുത്തി കൂട്ടണം. അത് നമുക്ക് ഏറ്റവും മുകളിലേക്ക് പോകേണ്ടി വരും. ഗൈസ് നമുക്ക് ഏറ്റവും മുകളിലേക്ക് പോകണം. ഇവിടെ കുറേ ആളുകളുണ്ട്. ഇങ്ങനെ നമ്മൾ മൂഞ്ചി ഗൈസ്. ഇവിടെ ഒന്നും ഇല്ല. അപ്പോൾ നമുക്ക് നേരെ തന്നെ നമുക്ക് വിൻഡപ്പിക്ക് നല്ല ആവശ്യമാണ് കേട്ടോ. നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല വിൻഡപ്പിക്ക്. നമ്മൾ വിൻഡപ്പിക്ക് അങ്ങനെയായിട്ട് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ലാസ്റ്റാണ് മനസ്സിലായി വിൻഡപ്പിക്ക് ഇത്ര പ്രധാനമാണെന്ന്. ഗൈസ് ഇവിടെ ഒന്നും ഇല്ല. ഗൈസ് ഇവിടെയാണ് നമ്മുടെ നസ്ഫറാറ്റോ വരാം ഗൈസ്. അപ്പം ഇതിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ ബേസ്മെൻറ്റ് കീ ഉണ്ടാവും. നമുക്ക് ആദ്യം തന്നെ എല്ലാവരെയും തട്ടാം ഗൈസ്, അതാ നല്ലത്. നമ്മൾ ഇതുവരെയായിട്ട് നമ്മുടെ റിവെഞ്ച് കൊടുത്തിട്ടില്ല, റിബേലിയൻ്റെ. അത് നമുക്കൊന്ന് കൊടുക്കാം, അതാ നല്ലത്. ഇപ്പം പിന്നെ ഇവിടെ ആരും ഇല്ല എന്ന് തോന്നുന്നത്. നമുക്കിതൊന്ന് തുറന്നിടാം. ആളുകൾ ഇങ്ങോട്ട് വരും. അപ്പോൾ ഗൈസ് അപ്പോൾ നിങ്ങൾ കുറേ കമൻറ്റ് അടിക്കണം. നിങ്ങൾക്ക് ഇനി അടുത്തത് എന്തിട്ട് കുറേ ഗെയിംസ് ആയിട്ടാണ് വേണ്ടതെന്ന്. അപ്പോൾ ഗൈസ് ആളുകൾ ഇതുവരെയായിട്ട് വരണില്ലല്ലോ. 2000 years later. ഗൈസ് നമ്മുടെ ആളുകൾ വരുന്നുണ്ട്. ഗൈസ് എല്ലാവരെയും നമ്മൾ തീർത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ കുറിച്ച് നമുക്ക് ഇനി സീൻ ഉണ്ടാവില്ല. നസ്ഫറാറ്റോ എന്ന് പറഞ്ഞ ആള് ഇവിടെ നിന്നാണ് സ്പോൺ ആവുക.
അതാണ് ഒരു കുഞ്ഞ സീനായി കാര്യം. ഐ തിങ്ക് ഐ നീഡ് ടു ഷൂട്ട് ഇറ്റ്. ഓ ഇവിടെ ഒരു സാധനം ഉണ്ട്. അത് നമുക്ക് ആദ്യം തന്നെ ഇവിടെ നമുക്ക് സാധനങ്ങൾ ഒപ്പിക്കാം. ഇതെങ്ങനെയാണ് സെറ്റ് ആക്കണം കേട്ടോ. ഓ നമുക്ക് ലിവറാണ് കിട്ടിയിരിക്കുന്നത്. ലിവർ ഇപ്പം ആവശ്യം ഉണ്ടാവും. നമുക്ക് ലിവർ ഇവിടെ വിൽക്കണം. നമ്മളിത് കൂടെ പോകുന്നുണ്ട്. ലിവർ വെച്ചേ പറ്റുള്ളൂ നമുക്ക്, കാരണം അത്ര സമയമുള്ളൂ. ഓടിക്കോ. 2 hours later. നമ്മൾ ലിവർ വെച്ചിട്ടുണ്ട്. നമ്മൾ ലിവർ വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി ആവശ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് സ്ക്രൂ ഡ്രൈവർ. അപ്പോൾ നമ്മൾ സ്ക്രൂ ഡ്രൈവർ എടുത്ത് തുറന്നുണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിൽ നമുക്ക് കിട്ടിയതെന്ന് പറഞ്ഞാൽ ഉള്ള സാധനമായിരുന്നു. അതുപോലെ നമ്മുടെ ഇതായിരുന്നു കാർക്കി ആയിരുന്നു. അത് നമുക്ക് ചിലപ്പോൾ ആവശ്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഡയമണ്ട് നമ്മുടെ അടിയിൽ വിൽക്കണം. അങ്ങനെ നമുക്ക് കുറച്ച് സെറ്റപ്പ് കുറേ ഉണ്ട്. ഇനി ബേസ്മെൻറ്റിലേക്കും കൂടി കിട്ടിയാൽ കുറച്ചും കൂടി സെറ്റായെന്ന് പറയാം. അല്ലെങ്കിൽ നമ്മൾ മൂഞ്ചി തള്ള വേറെ ഒന്നില്ല പറയാൻ. അപ്പോൾ ഇനിയുമുണ്ട് കുറേ സാധനങ്ങൾ. ഇനി എവിടെയാവോ. 2000 years later. നമ്മൾ എസ്കേപ്പ് ചെയ്യാറായിട്ടുണ്ട്. നമ്മുടെ ഡോർ ഹാൻഡിൽ നമ്മൾ അവിടെ ഇട്ടുണ്ടായിരുന്നു. ഇനി കുറച്ച് സീൻ ഉണ്ടായിരുന്നു. നമ്മൾ റീസ്റ്റാർട്ട് ചെയ്തു ഗെയിം. അത് നമ്മൾ കുറച്ച് ഹാർമറില്ലേ അതുപോലെ ലാഗായി പോയിന്ന് തോന്നുന്നത്. കാണാനില്ലേ നമ്മൾ ഫുള്ളും തപ്പി. നമ്മുടെ ഇപ്പം ഈ കളിയിൽ നമ്മുടെ ഗ്രാനി പറഞ്ഞ പോലെ പെട്ടെന്ന് സമയമില്ല. ചെയ്യുന്നത് നമ്മുടെ ബേസ്മെന്റിലേക്ക് കിട്ടി. നമ്മുടെ ബേസ്മെന്റിക്ക് അപ്പം നിങ്ങൾ ഇതുവരെ ലൈക്ക് അടിക്കാത്തവരാണ് ലൈക്ക് അടിക്കുക. അപ്പം നമ്മൾ എസ്കേപ്പ് ചെയ്യാൻ പോകും. നമ്മളിത് ഫുള്ള് സെറ്റ് ആക്കിയിട്ടുണ്ട് ഗൈസ്. അതുപോലെ നിങ്ങൾ കമൻറ്റിൽ അടിക്കുകയാണ് ഈ ഡോർ എങ്ങനെ അൺലോക്ക് ആക്കാമെന്ന്. എനിക്ക് ഇതുവരെയായിട്ട് മനസ്സിലായിട്ടില്ല. അല്ലെങ്കിൽ നമുക്ക് കാർ എസ്കേപ്പ് ചെയ്യാൻ പറ്റില്ല. അതാണ് വേറൊരു കാര്യം. കാരണം കാർ എസ്കേപ്പ് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. കുറച്ച് സാധനങ്ങൾ കുറേ ഇതിൻ്റെ ഉള്ളിലുണ്ടെന്ന് തോന്നുന്നത്. നമ്മൾ വീട് ഫുള്ളും ചുറ്റി നോക്കിയതാണ് ഗൈസ്. അപ്പോൾ നമ്മളിവിടെ വെച്ച് നിർത്താണ്. അപ്പോൾ ഇതുവരെ ലൈക്ക് അടിക്കാത്തവരാണെങ്കിൽ ലൈക്ക് അടിക്കാത്തുള്ളൂ. അപ്പോൾ നമുക്ക് എസ്കേപ്പ് ചെയ്യാമല്ലേ അത്രയുള്ളൂ. നമ്മൾ റീസ്റ്റാർട്ട് ചെയ്തു. അതിന് കുറേ സമയം എടുത്തു. 1.5 മണിക്കൂർ 2 മണിക്കൂർ എടുത്തു കളി ഫുള്ളായിട്ട് എടുക്കാൻ ഗൈസ്. അത്രയുള്ളൂ. ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ 2 വട്ടം ഡെഡായി. ഇത്രയുള്ളൂ. വേറൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു വട്ടം നമ്മുടെ നൊസ്ഫെറാറ്റോ അവൻ്റെ ശല്യം മോള് ഭാഗം അവിടെ വെച്ച് നമ്മൾ മൂഞ്ചി. ഞാനാണ് നമ്മുടെ ഗ്രാനി ഗ്ലിച്ചടിച്ചത് എനിക്ക് അറിയണ്ടായിരുന്നില്ലേ. നമ്മളെ ബാത്റൂമിൻ്റെ അവിടേക്ക് പോയപ്പോൾ ഗ്ലിച്ചടിച്ച ഗ്രാനി നമ്മളെ കൊന്നു. അത്ര ഉണ്ടായുള്ളൂ, വേറൊന്നും ഉണ്ടായില്ല. അപ്പോൾ നിങ്ങൾ ഇതുവരെയായിട്ട് ലൈക്കും സബ്സ്ക്രൈബ് അടിക്കാത്തവർ ഇപ്പം തന്നെ നമ്മൾ അത് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് കുറേ ഷെയറും ചെയ്യണം. അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ.